വേൾഡ് കപ്പ് എപ്പോഴും മലയാളികളുടെ ഒരു ഹരാണ്. നമുക്ക് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ വേൾഡ് കപ്പ് വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് ടീമുകൾ ഇഷ്ടമാണെങ്കിലും അർജന്റീന എന്ന് പറഞ്ഞ ഒരു വികാരമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ടർഫിൽ കളിച്ച കളിയല്ല നമ്മൾ പുറത്ത് കളിക്കുന്നത്. ടർഫിൻ്റെ അകത്ത് ഒരിക്കലും നമ്മുടെ ആ ഒരു മെച്യൂരിറ്റി കാണാൻ പറ്റില്ല. ഒരു ബോളിൻ്റെ ബൗൺസ് പോലും വ്യത്യാസമാണ്. അക്കാഡമി നടത്തുന്നതുകൊണ്ട് കാര്യമില്ല. കുറച്ചുകൂടി നല്ല ഒറിജിനൽ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്ന കുട്ടികൾ നന്നാവും. പ്രാക്ടീസ് എല്ലാം കൂടി എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലരും വിട്ടുപോയത്. അങ്ങനെയാണ് FACT ടീം ഡൗൺ ആയിപ്പോയത്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ക്വാർട്ടേഴ്സിന് കളിച്ച് വളർന്നു വന്നത്. ശിവാസ് 92 സന്തോഷ് ട്രോഫിയിൽ ഒരു ഗോളും വഴങ്ങാതെ കേരളം ചാമ്പ്യൻസ് ആകുന്നതിൽ നിർണായക. ഹായ് ഫ്രണ്ട്സ്, സ്പർശനവാൻസിൻ്റെ കേരള സന്തോഷ് ട്രോഫി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് അവർക്ക് സാർ ഷായ് സാറിനെ നമ്മൾ പണ്ടൊരിക്കൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഒരിക്കൽ കൂടി നമ്മൾ അദ്ദേഹത്തെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. കാരണം നമ്മളിപ്പോൾ ഈ ലഹരിമുക്ത ബാല്യം, ലഹരിമുക്ത ഭാരതം, കളിക്കളമാണ് ലഹരി എന്നുള്ളൊരു സന്ദേശവുമായി നമ്മൾ നടത്തി വരുന്ന വേൾഡ് കപ്പ് കൗണ്ട് ഡൗൺ ഷോയിലേക്കാണ് നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തത്. ഷായ് സാർ, നമ്മുടെ ഈ ഒരു കൗണ്ട് ഡൗൺ ഷോയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. നമ്മൾ കണ്ണൂർ വെച്ച് ആണ് നമ്മൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ വേൾഡ് കപ്പ് നടക്കാൻ പോവാണ്. ജൂൺ 11-ാം തീയതി വേൾഡ് കപ്പ് നടക്കാൻ പോവാണ്. ഷായ് സാറിൻ്റെ ആ ഒരു വേൾഡ് കപ്പ് ടീം ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം, അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട കളിക്കാരനാണ്? വേൾഡ് കപ്പ് എപ്പോഴും മലയാളികളുടെ ഒരു ഹരാണ്. നമുക്ക് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ വേൾഡ് കപ്പ് വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു അവസ്ഥയാണ്. എൻ്റെ ചെറുപ്പകാലത്ത് എന്ന് വെച്ചാൽ 1986-ലാണ് ഫസ്റ്റ് വേൾഡ് കപ്പ് കാണുന്നത്. നമ്മുടെ അർജന്റീന അന്ന് തൊട്ടേ അർജന്റീന ആരാധകനാണ്. ഒരുപാട് ടീമുകൾ ഇഷ്ടമാണെങ്കിലും അർജന്റീന എന്ന് പറഞ്ഞ ഒരു വികാരമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പം അർജന്റീന തന്നെയാണ് ഇപ്പോഴും മെസ്സിയുണ്ട്. മറഡോണ പോയി ഇപ്പം മെസ്സിയാണ്. മെസ്സിയുടെ എനിക്ക് തോന്നുന്നു മെസ്സി ഈ വേൾഡ് കപ്പ് കൂടി കളിക്കുമായിരിക്കും എന്തായാലും. ഇപ്പം കഴിഞ്ഞ വർഷം നേരിട്ട് കളി കാണാൻ പറ്റി. ഖത്തറിൽ പോയി 10-12 മാച്ച് കണ്ടു. അപ്പം മെസ്സിയെയും കാണാൻ പറ്റി. കളിയും കണ്ടുകൊണ്ട് വളരെ സങ്കടം. ഇപ്രാവശ്യം കുറച്ചുകൂടി വളരെ ദൂരെയാണ്. അമേരിക്കയിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ എന്താണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ട് പോലും. അതെ അതെ. എന്നിരുന്നാലും വേൾഡ് കപ്പ് ലൈവായിട്ട് കാണുന്ന ഒരു സുഖം, അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഇരുന്ന് നമ്മുടെ കൂടെ കളിച്ച കളിക്കാരുടെ കൂടെയൊക്കെ ഇരുന്ന ഒരു വാശി പുറത്താണ് എപ്പോഴും കളി കാണാറ്. ഓരോ ടീമിൻ്റെ അന്നത്തെ ദിവസം ഏത് ടീമിനാണ് ആരാധകർ കൂടുതൽ ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ ആ തമ്മിലുള്ള ഒരു ബെറ്റും ഇതൊക്കെ ഒരു രസമാണ്. അപ്പം എന്തുവാ എല്ലാം ഏറ്റവും മികച്ച ടീമുകളാണ് കളിക്കുന്ന ഒരു ടൂർണമെന്റ്. ഇപ്രാവശ്യം വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം 48 ടീമുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം 32 ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം 48 ടീമുകളാണ് മാറ്റി. അല്ല, അത്രമാത്രം ഫുട്ബോളിന് വളർച്ചയുണ്ട് ഇപ്പോൾ ലോകത്ത്. നമ്മൾ അതിൻ്റെ കൂടെ പിടിക്കണം എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പുറകിലുള്ളത്. ഇപ്പം കുറച്ചുകൂടി ഒരു 10-15 വർഷത്തേക്ക് അല്ല ഒരു 20 വർഷത്തേക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കും. തീർച്ചയായിട്ടും നടക്കും. നമ്മളൊരു മിനിമം ഒരു 15 വർഷത്തെ ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ ഇനി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലഹരിമുക്ത ബാല്യം, ലഹരിമുക്ത ഭാരതം, കളിക്കളമാണ് ലഹരി, ഈ ഒരു സന്ദേശത്തെക്കുറിച്ച് ഷായ് സാറിനെ ഇപ്പോഴത്തെ 2 വാക്ക് പറയാം. അല്ല, ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം കേരളത്തിൽ തന്നെ എനിക്ക് 1 ലക്ഷത്തോളം ടർഫുകളും അത്രയും ഇതൊക്കെയുണ്ട്. പക്ഷേ അവിടെയും കളി കഴിഞ്ഞ് അപ്പോൾ അവർക്ക് ചെറുപ്പത്തിൽ അവർക്ക് അതിനുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. എന്തിനാണ് കളിക്കുന്നത്, എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്, ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞു നടക്കും. ഇത്രയും കളിക്കളങ്ങളുണ്ട്, പക്ഷേ ഈ കളിക്കളങ്ങളിൽ നിന്നൊന്നും കളിക്കാർ വളർന്നു വരില്ല. റിസൾട്ട് ഉണ്ടാവില്ല. ഈ ടർഫിൽ കളിച്ച കളിയല്ല നമ്മൾ പുറത്ത് കളിക്കുന്നത്. ടർഫിൻ്റെ അകത്ത് ഒരിക്കലും നമ്മുടെ ആ ഒരു മെച്യൂരിറ്റി കാണാൻ പറ്റില്ല. ഒരു ബോളിൻ്റെ ബൗൺസ് പോലും വ്യത്യാസമാണ്. ഒരു പ്രോപ്പർ ലോങ് ഷോട്ട് എടുക്കാൻ പോലും കുഞ്ഞിനെ അറിയില്ല എന്നുള്ളതാണ്. അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഈ ടർഫിലുണ്ട് അക്കാഡമി നടത്തുന്നതുകൊണ്ട് കാര്യമില്ല. കുറച്ചുകൂടി നല്ല ഒറിജിനൽ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്ന കുട്ടികൾ നന്നാവും. ഷായ് സാർ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ ഓൾറെഡി ഞാൻ സ്വാഗതം ചെയ്തതാണ്. എങ്കിൽ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഷായ് സാറിൻ്റെ ആ ഒരു പേഴ്സണൽ ജേർണി, ചെറുപ്പം മുതലുള്ള ആ ഒരു ജേർണി, നമ്മൾ ഈ ഇന്ത്യൻ ടീം വരെ എത്തി, അത് കഴിഞ്ഞ് SBIയുടെ കോച്ചായിരുന്നു, SBIയുടെ കളിക്കാരനായിരുന്നു. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് വിശദമായി ഒന്ന് പറയാൻ. ഞാൻ ജനിച്ചു ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ണൂർ വെച്ച് തന്നെ ചേട്ടൻ കാണാൻ പറ്റി. കണ്ണൂരാണ് ജനിച്ചു വളർന്നത്. കണ്ണൂർ ഇവിടെ തന്നെ അച്ഛൻ പോലീസായിരുന്നു. പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു.
താമസിച്ചുകൊണ്ടിരുന്നത്. അതിന് മുന്നേ തന്നെ വിശാലമായ ഗ്രൗണ്ട്, പോലീസിന്റെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, വലിയ സൂപ്പർ ഗ്രൗണ്ട്. അത് മാത്രമല്ല കളക്ട്രേറ്റ് മൈതാനം വലുതായിരുന്നു. അവിടെ ഇപ്പോൾ കുറേ ബിൽഡിങ്ങുകളൊക്കെ വന്നു. അതുപോലെ ഇപ്പോഴത്തെ ജവഹർ സ്റ്റേഡിയം, അങ്ങനെ പിന്നെ നമ്മുടെ എന്താണ് മിലിറ്ററിയുടെ ഗ്രൗണ്ടുകളൊക്കെ, ഒരുപാട് ഗ്രൗണ്ടുകളുണ്ട്. എനിക്ക് എല്ലാ ടീമിനും എനിക്ക് തോന്നുന്നു ഏകദേശം പ്രാക്ടീസ് ചെയ്യാനുള്ള ഗ്രൗണ്ട് ഉണ്ട് കണ്ണൂർ. കണ്ണൂർ ലീഗ് തന്നെ ഭയങ്കര പ്രശസ്തമാണ്. എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ കൽക്കട്ട കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ചിരുന്ന ഒരു സിറ്റിയായിരുന്നു കണ്ണൂർ. പിന്നെ അതിന് മാറ്റം ഉണ്ടായി. അപ്പം ചെറുതിലെ കാണുന്നത് അന്നത്തെ താരങ്ങളായ പോലീസിന്റെ ഒക്കെ പറക്കും താരങ്ങളുണ്ടായി, ബാലേന്ദ്രനൊക്കെയാണ് കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള കളി കാണുന്നു. പിന്നെ അവിടെ പോയി നമ്മൾ ഈ പുറത്തു പോകുന്ന ബോൾ എടുക്കലായിരുന്നു ആദ്യത്തെ ലക്ഷ്യം. വളരെ സ്പീഡിൽ ഒരു പിന്നീട് ചെറുതായി ബൂട്ടൊക്കെ കെട്ടി അന്ന സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഇറങ്ങും. അതെന്ന് വെച്ചാൽ പഴയ കാലത്ത് നമുക്കൊന്നും അത്ര വലിയ പ്രൈസ് ഒന്നുമില്ല. അച്ഛൻ്റെ PT ഷൂ ഒക്കെ കുറച്ച് കടലാസൊക്കെ കുത്തി വെച്ചാൽ അതിനകത്ത് കാലിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പം അത് കുത്തി വീടാം. അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ താവക്കര സ്കൂളിലാണ് പഠിച്ചത്, തൊട്ടടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞ് മുനിസിപ്പൽ ഹൈസ്കൂളിലേക്ക് പോകും. മുനിസിപ്പൽ ഹൈസ്കൂളിൽ വന്നപ്പോൾ കുറച്ചുകൂടി ഫുട്ബോൾ സ്കൂളിലും നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കൂടി തന്നെ ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിങ് സെൻ്ററിലും ചേർന്നു. അത് കഴിഞ്ഞ് എന്നും കണ്ണൂർ പോലീസിൻ്റെ കൂടെ തന്നെയാണ് കളിച്ചു വളർന്നത്. അപ്പോൾ അവരെ ആ സീനിയർ താരങ്ങളുടെ ഇടയിൽ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ആ ഒരു പേടി ചെറുപ്പത്തിലേ മാറി. അതെ അതെ. അതിൽ അത് കഴിഞ്ഞ് പിന്നെ SM കോളേജിൽ വന്നു. SM കോളേജിൽ നിന്ന് പിന്നെ 89 തന്നെ FACT പോയി. അത് എൻ്റെ ഒരു ശരിയായ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. അവിടെ ഒളിമ്പിൻ സൈമൺ സാറും മണി സാറുമാണ് കോച്ച്. അപ്പം രണ്ടും ജനകീയങ്ങളാണ്. അതെ അതെ. ഒരു പ്ലെയർ എന്നുള്ള ഇതിൽ മാറ്റിയെടുത്തത് അവിടെ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് ആയിരുന്നു. അതെ അതെ. പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഗോൾ കീപ്പറായിട്ടുണ്ട്. ഗോൾ കീപ്പറായി തുടങ്ങി എൻ്റെ കൈ ഒടുങ്ങി. രാജീവ് കുമാറിൻ്റെ മരിച്ചു ടൈറ്റാൻ്റെ ഗോൾ കീപ്പർ. അങ്ങനെ രാജീവായിട്ട് ഞങ്ങൾ വെച്ച് മാറി. രാജീവ് ഗോൾ കീപ്പറുമായി ഞാൻ പ്ലെയറുമായി. ആ കാലഘട്ടത്തിൽ കളിക്കുന്ന സമയത്ത് ഇവിടെ വന്നു. പിന്നീട് FACT പോകുന്ന സമയത്ത് ഹാഫ്ബാക്കായിരുന്നു കളിച്ചത്. 10 ജൂനിയർ നാഷണൽ കളിച്ചു. അവിടുത്തെ പിന്നെ സൈമൺ സാറാണ് ചേഞ്ച് ചെയ്ത് സ്ട്രൈക്കർ പൊസിഷനിലേക്ക്. സ്ട്രൈക്കർ പൊസിഷനിൽ കൊണ്ടുവന്ന് അവിടുത്തെ പ്രാക്ടീസ് തന്നെയാണ് എന്നാലും എന്നെ മാറ്റി, ശരിക്കും മാറ്റിയത്. പലരുടെയും ജീവിതം മാറ്റിമറിച്ച ഒരാളാണ് അദ്ദേഹം. അതായത് ഞാൻ പണ്ട് നജീമുദ്ദീൻ സാറിൻ്റെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെ ശരിക്കുള്ള ഫുട്ബോളർ ആക്കിയത് സൈമൺ സുന്ദരരാജാണ്. പുള്ളി ഞാൻ പറഞ്ഞ സൈമൺ സാറ് ഇന്നത്തെ ന്യൂ ജനറേഷൻ ഫുട്ബോളിൽ നമ്മൾ ഈ EPL ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ബാക്കിയൊക്കെ കാണുന്ന അതേ ടൈപ്പ് മൂവ്മെന്റ്സ് പണ്ടോട്ടെ ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ അത്യാവശ്യം കളിച്ചു വന്നതാണ്. പിന്നെ എല്ലാവരും ജോലിയുടെ പ്രഷർ കാരണം FACT വർക്കും പ്രാക്ടീസ് എല്ലാം കൂടി എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പലരും വിട്ടുപോയത്. അങ്ങനെയാണ് ആ FACT ടീം ഡൗൺ ആയി പോയത്. അല്ലെങ്കിൽ ആ ടീം ആ സമയത്ത് തന്നെ ഞങ്ങളെ സമയത്ത് തന്നെ ഞങ്ങൾ കേരളത്തിൽ ഇന്ത്യയിലും ഒരുപാട് ടൂർണമെൻറ്റുകൾ കളിച്ചു. ഒരുപാട് ടൂർണമെൻറ്റ് ചാമ്പ്യൻസും ആയി. അപ്പം അത് കഴിഞ്ഞ് 7 വർഷമാണ് ഇത് സ്റ്റേറ്റ് ബാങ്കിലെത്തിയത്. 94 വന്നു. പിന്നെ SBT ആണ്. അത് കഴിഞ്ഞ് 94 വന്നു. ഞങ്ങൾ ട്രാവൻകൂറിലായിരുന്നു വന്നത്. SBT ആയിരുന്നു. കഴിഞ്ഞ് 96 ഞങ്ങൾ കേരള ചാമ്പ്യൻഷിപ്പ് അടിച്ചു. കേരള ഗവൺമെൻറ് അന്ന് പോലീസ് ഇവിടെ വന്ന ശേഷമാണ് ഇവർ കുറച്ച് ഡൗൺ ആയി. നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് കുറേ വർഷങ്ങളോളം പിന്നെ SBT തന്നെയായിരുന്നു. 98, 99, 2000 സമയത്ത് നാഷണൽ ലീഗ് കളിക്കും. 2002 വരെ 2001 വരെയൊക്കെ അതെ അതെ SBT തന്നെയായിരുന്നു. അതെ. പിന്നീട് 93 തൊട്ടിട്ട് കേരള ടീമിന് സ്ഥിരമായിരുന്നു. 2000 വരെ കേരളത്തിന് ടീമിൻ്റെ. അപ്പോൾ 94 ഇന്ത്യൻ ടീം കളിച്ചത്. അതിന് മുന്നോടി കണ്ണൂരുള്ളതെന്ന് വെച്ചാൽ കണ്ണൂർ ആ സമയത്ത് തന്നെയാണ് സത്യേട്ടൻ ഉണ്ടായത്. സത്യേട്ടനും ബോട്ടേഴ്സിലായിരുന്നു. സത്യേട്ടൻ്റെ ഇത് വഴി കണ്ട് ഞങ്ങളും ഇന്നിപ്പം ഇന്നിവിടെ വന്ന കാര്യം തന്നെ ശിവദാസിൻ്റെ ഒരു റിട്ടയർമെന്റ് KV ശിവദാസ് കെൽട്ടറുണ്ട്. ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് ബോട്ടേഴ്സ് കളിച്ച് വളർന്നു വന്നത്. ശിവദാസ് 92 സന്തോഷ് ട്രോഫിയിൽ ഒരു ഗോളും വഴങ്ങാതെ കേരളം ചാമ്പ്യൻസ് ആകുന്നതിൽ നിർണായ പങ്കുവഹിച്ച 92. 93 ഞാൻ ടീമിലുണ്ടായി. 2000 വരെ കുറെ കാലം ശിവദാസ് പിന്നെ കെൽട്രോണിൽ തന്നെ തുടർന്നു. വേറെ എവിടെയും പോകാതെ ഞങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് കടലിൽ ചാടി. അത് അതുപോലെ ഇന്ത്യൻ ടീമിലെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയാം. ആ 94 കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യൻ ടീമിൽ. 93 തൊട്ടേ ക്യാമ്പിൽ ഇതൊക്കെ ഉണ്ട്. 94 കളിക്കാൻ പറ്റിയത്. അങ്ങനെ പിന്നെ ആ കാലഘട്ടത്തിൽ എത്രമാത്രം കളിക്കുന്നു അന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ക്യാമ്പ് തന്നെ എനിക്ക് 10-16
ഓളം മലയാളികൾ 16 മലയാളികൾ ക്യാമ്പിലൊക്കെ ഉണ്ടാകും. മാറിൻ്റെ ഇരുന്ന് ഇങ്ങനെ വന്നുകൊണ്ട് ആ ഒരു കാലഘട്ടം തന്നെയായിരുന്നു എനിക്ക് കേരളത്തിലെ സുവർണ്ണ കാലഘട്ടം. ഈ 2000 ഉണ്ടല്ലോ, അത് 2000 ആ 20 വർഷക്കാലം നല്ല ഒരു കാലഘട്ടമായിരുന്നു. എനിക്ക് തോന്നുന്നു 5-6 കളിക്കാരൊക്കെ മലയാളികൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. മറ്റു സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടർഫിന്റെ ആധിക്യം കാരണമാണോ അതൊന്ന് പരിശോധിക്കേണ്ട സമയമായിട്ട്. എല്ലാവരും ഈ ടർഫിൽ കളിച്ചു വളർന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഫുട്ബോളറെ കണ്ടെത്താൻ പറ്റാതെ. അതെ, ഇപ്പോൾ ഒരുപാട് കോച്ചസ് ഉണ്ട്, ഒരുപാട് ലൈസൻസ്ഡ് കോച്ചസ് പാസ്സായി വരും. അപ്പം അങ്ങനെ ടർഫുകളിലാണ് എല്ലാവരും ചെയ്യുന്നത്. ഞാൻ ഇന്നിപ്പോൾ കണ്ണൂർ ഒരു റോയൽ ഫുട്ബോൾ അക്കാഡമിയിൽ പോയിട്ട് വന്നു രാവിലെ. അപ്പോൾ അവിടെ മുനിസിപ്പൽ ഗ്രൗണ്ടാണ്, 11ന്റെ ഗ്രൗണ്ടിലാണ് ഒരു കോച്ചിങ് നടത്തുന്നത്. അപ്പോൾ അവിടെ പിള്ളേർ ലോങ് ഷോട്ടൊക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ കൗതുകം തോന്നി. കാരണം ഇന്നത്തെ മറ്റുള്ള കുട്ടികൾക്ക് കിട്ടാത്തൊരു അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു, ഈ ടർഫിൽ ഒരു 30 yards വെച്ചിട്ടുള്ള ചെറിയ ടർഫാണ്. അതിനകത്ത് ലോങ് പാസ് ഒന്നും ഇല്ലല്ലോ, എല്ലാം ചെറിയ ഷോർട്ട് പാസ് ഇതൊക്കെ കളിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ഗ്രൗണ്ട് നന്നാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രൗണ്ടുകൾ നന്നാക്കിയിട്ടുണ്ട്. ആ ഗ്രൗണ്ടുകൾ ശരിക്കും വിനിയോഗിച്ച് നല്ല രീതിയിൽ ക്യാമ്പ് നടത്തി മുന്നേറിയാണ്. ഇന്ന് എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട്, ഇഷ്ടംപോലെ. നമുക്കൊക്കെ അച്ഛൻ ഇൻസ്റ്റാൾമെന്റിലെ ബൂട്ട് വാങ്ങിച്ചിരുന്നത്. അന്ന് 125 രൂപ എന്ന് പറഞ്ഞാൽ അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് ബൂട്ട് വാങ്ങുന്നത്. ഇന്നിപ്പം ഒരു പുമയുടെ ഡാസിന്റെ ബൂട്ട് വേണമെന്ന് പറഞ്ഞാൽ അച്ഛന്മാർ വാങ്ങിച്ചു കൊടുക്കും. അച്ഛന്മാർ കൂടെയുണ്ട്. അച്ഛനും ഫാമിലി മൊത്തമായിട്ടാണ് കുട്ടികളുടെ കൂടെ പോകുന്നത്. അപ്പോൾ അത് കളിക്കുന്ന കുട്ടികളും കൂടി കുറച്ചുകൂടി ചിന്തിച്ച് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ കളിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഒരുപാട് ചാൻസ് ഉണ്ട്, അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട്. പൊതുവെ ഇപ്പം സ്ഥാപനങ്ങളിലെ ജോലി കുറഞ്ഞിട്ടുണ്ട്. പഴയ നമ്മുടെയൊക്കെ ഈ സമയത്ത് ഡിപ്പാർട്ട്മെന്റ് ടീമുകളായിരുന്നു മറ്റു ടീമുകളുണ്ടായിരുന്നു, ഇന്നതില്ല. അപ്പോൾ എന്തായാലും സായിസാറെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനി ഒരുപാട് കാലം കുട്ടികൾക്ക് നല്ല ഫുട്ബോൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവട്ടെ, എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല കളിക്കാരെ വളർത്തിയെടുക്കാൻ പറ്റും. ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു വെരി മച്ച്.